മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നു. CMRL കമ്പനിയുമായി എക്സാലോജിക്ക് ഉണ്ടാക്കിയ കരാർ അടക്കമുള്ള രേഖകൾ വീണ ഇഡിക്ക് കൈമാറി എന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇന്ന് ഇഡിക്ക് നൽകിയേക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വരുന്നത്. SFIOയുടെ ആ റിപ്പോർട്ടും വരുന്നുണ്ട്. ED നേരത്തെ അന്വേഷിച്ചതിൻ്റെ ആ റിപ്പോർട്ടും വെച്ചുകൊണ്ടാണ് ഇനിയൊരു തീരുമാനത്തിലെത്തുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകണോ, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ. എന്തായാലും ED ഉറപ്പിച്ച് തന്നെയാണ് ഇതിൻ്റെ രേഖകൾ റെയ്ഡ് നടത്തി കുറച്ച് രേഖകൾ പിടിച്ചെടുത്തു. ബാങ്ക് രേഖകളെല്ലാം എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ഈ അന്വേഷണം ഏത് രീതിയിലേക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാണ് EDയുടെ തീരുമാനം? രാജേഷ്, ഏതായാലും മാസപ്പടി കേസിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് EDക്ക് ലഭിച്ചിട്ടുള്ള ചില രേഖകളുണ്ട്. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകൾ, ഒപ്പം തന്നെ വീണയുടെയും CMRL ഉദ്യോഗസ്ഥരുടെയുമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് രേഖകൾ, കൂടാതെ SFIO ഒക്കെ ലഭിച്ചിട്ടുള്ള SFIO ആദ്യം ഈ കേസിലെ അന്വേഷണം നടത്തിയ സമയത്ത് പിടിച്ചെടുത്തിട്ടുള്ള 134 രേഖകളുണ്ട്. ഈ രേഖകളുടെ അടക്കം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതായാലും ഇന്നലെ ശേഖരിച്ചിട്ടുള്ള വീണയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഈ SFIO പിടിച്ചെടുത്തിട്ടുള്ള 134 രേഖകളും EDക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഈ രേഖകൾ കൈമാറും. ഇന്ന് തന്നെ ഈ രേഖകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും നടപടി ഉണ്ടാവുക. നേരത്തെ SFIOയുടെ കണ്ടെത്തലായിരുന്നു 2,78,00,000 രൂപ, അതായത് CMRLൽ നിന്ന് ഇത്തരത്തിൽ 2,78,00,000 രൂപ മാസപ്പടിയായിട്ട് വീണ വാങ്ങിയതായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. ഇത് SFIOയുടെ കണ്ടെത്തലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് EDയുടെ അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നത്. ഏതായാലും ഈ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം വീണക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ CMRLന്റെ അധികൃതരെയും അവിടുത്തെ ജീവനക്കാരെയൊക്കെ ചോദ്യം ചെയ്തു വരികയാണ്. വീണയെ ഇന്നലെ വിളിപ്പിക്കുന്നതിന് മുൻപായി തന്നെ CMRLലെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ ഭാര്യയും 2 മക്കളെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു. ഇവർ ഈ ഭാര്യക്കും മക്കൾക്കും ഇവർക്കും CMRLന്റെയും ഒപ്പം തന്നെ CMRLന്റെ ഉപകമ്പനിയായിട്ടുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെയൊക്കെ ചുമതലയുള്ളവരാണ്. ഇവർ കർത്തയുടെ ഭാര്യയായിട്ടുള്ള JS കർത്തയാണ് ഈ എംപവർ ക്യാപിറ്റലിന്റെ ഡയറക്ടറായിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ വായ്പയായിട്ട് വീണ വാങ്ങിയതായിട്ടും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിവരങ്ങളും ഏതായാലും ED ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴിയും പരിശോധിച്ചതിന് ശേഷം ഏതായാലും വീണയുടെ മൊഴിയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ കണ്ടെത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും മൊഴി പരിശോധിച്ചതിന് ശേഷം വീണയെ വീണ്ടും വിളിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിളിപ്പിച്ചില്ലെങ്കിൽ ഇനി മറ്റ് നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ED പരിശോധിച്ചു വരുന്നത്. രാജേഷ്, കിരണാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.